ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂർ ഫോം ചെയ്യാൻ വേണ്ടി പോകുന്ന പുതിയൊരു പാർട്ടിയാണ്. ശശി തരൂരിന് ബി.ജെ.പി നേതൃത്വമായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ശശി തരൂർ കുറെ അധികം നാളുകളായിട്ട് കോൺഗ്രസിനൊരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് എന്താണ് എന്ന് അദ്ദേഹം ആദ്യം പഠിക്കേണ്ടതുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം തിരുവനന്തപുരം പാർലമെന്റിലേക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കാനുള്ള യാതൊരുവിധ സാധ്യതകളുമില്ല. ഒരു വലിയൊരു പോരാട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന സമയത്ത് യു.ഡി.എഫ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷവും ആ സ്ഥാനാർത്ഥിക്കെതിരെ വിമത പ്രവർത്തനം നടത്തിയ ആളുടെ പേര് M.K. രാഘവൻ തന്നെയാണ്. നമസ്കാരം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ശശി തരൂർ. ഈയിടെയായിട്ട് കോൺഗ്രസിനെ വളരെയധികം വിട്ടു നിൽക്കുന്നുണ്ട്. ഈയിടെയായിട്ട് ഒരു സ്വകാര്യ ചാനൽ പറയുന്നത് തരൂർ സ്വന്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ? ശശി തരൂർ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അദ്ദേഹം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതുകൂടാതെ തന്നെ UN സെക്രട്ടറി സ്ഥാനത്തേക്ക് വരെ മത്സരിക്കാനായിട്ട് ധൈര്യം കാണിക്കുകയും പിന്നീട് പിൻവാങ്ങുകയും ചെയ്തൊരു വ്യക്തിയാണ്. അതുകൂടാതെ അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് വിശ്വപൗരൻ എന്നാണ്. കുറച്ച് മാധ്യമങ്ങളും അദ്ദേഹത്തെ വിശ്വപൗരൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ശശി തരൂർ കുറെ അധികം നാളുകളായിട്ട് കോൺഗ്രസിനൊരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കോൺഗ്രസ് വലിയൊരു പോരാട്ടത്തിന്റെ നടുക്കാണുള്ളത്. ആ സമയത്താണ് ശശി തരൂർ പലപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അനുകൂലമായിട്ടും പലപ്പോഴും മോദി മന്ത്രിസഭയ്ക്കും അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. ശശി തരൂരിനെ സംബന്ധിച്ചിട്ട് ശശി തരൂർ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് എന്താണ് എന്ന് അദ്ദേഹം ആദ്യം പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം വേണം ഈ കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഒരു കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ആശയങ്ങളും കോൺഗ്രസ് ദേശീയ തലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികൾ, പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ, അതിനെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു പഠനമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ചില പദ്ധതികൾ, അതായത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് തുടർന്ന് വന്നിട്ടുള്ള വികസന പദ്ധതികളും പരിപാടികളും, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായൊരു പഠനം നടത്താതെ അതെല്ലാം മോദി സർക്കാരിന്റെ പുതുസൃഷ്ടിയാണ് എന്നുള്ള രീതിയിൽ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്ന ഒരു രീതി ശശി തരൂരിനുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് കൈയടിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ ഈ കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം പറയുന്നത് എന്താണ് എന്നിവർ മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഇപ്പൊ തിരുവനന്തപുരം നഗരത്തെ ബാഴ്സലോണ നഗരം പോലെ ആക്കി മാറ്റുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യ ടൈമിൽ MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ അവകാശവാദമാണ് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച്. വിഴിഞ്ഞം പദ്ധതിയൊക്കെ എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ചരിത്ര രേഖകൾ സർക്കാരിന്റെ കൈവശമുണ്ട്. അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിട്ട് ശശി തരൂരിന്റെ അടുത്ത ആഗ്രഹം എന്ന് പറയുന്നത്, അദ്ദേഹം ഇനി അടുത്ത പ്രാവശ്യം തിരുവനന്തപുരം പാർലമെന്റിലേക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കാനുള്ള യാതൊരുവിധ സാധ്യതകളുമില്ല. പ്രാവശ്യം തന്നെ രാജീവ് ചന്ദ്രശേഖർക്ക് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നുവെങ്കിൽ ഈ ശശി തരൂർ തിരുവനന്തപുരത്ത് പരാജയപ്പെടുമായിരുന്നു. വളരെ നിസ്സാര വോട്ടുകൾക്കാണ് ഈ പ്രാവശ്യം ശശി തരൂർ തിരുവനന്തപുരത്ത് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഇവിടെ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശ്രീ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കോൺഗ്രസ് LDF െതിരെ തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനു മുമ്പും ചോദിച്ചിട്ടുള്ളതാണ്, ശശി തരൂരിന് കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ശശി തരൂർ കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ എന്താണ്? അദ്ദേഹത്തിന്റെ അറിവും ജ്ഞാനവും ഒക്കെ വെച്ച് കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വികസന പദ്ധതി ആവിഷ്കരിച്ച് അത് കോൺഗ്രസിന്റെ നയമാക്കി കേരളത്തിൽ അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് കൂടാതെ തന്നെ ഇദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ ഒരു കോൺഗ്രസിനകത്ത് മറ്റൊരു ഗ്രൂപ്പായിട്ട് മാറാൻ പോവുകയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഇന്ന് റിപ്പോർട്ടർ TV റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ഗ്രൂപ്പായിട്ടല്ല. ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂർ ഫോം ചെയ്യാൻ വേണ്ടി പോകുന്ന പുതിയൊരു പാർട്ടിയാണ്. അതിനുള്ള സാധ്യതകളാണ് നമുക്ക് മുമ്പിലുള്ളത്. കാരണം ശശി തരൂർ ഓൾറെഡി കോൺഗ്രസിനകത്ത് മടുത്തു കഴിഞ്ഞു. ശശി തരൂരിനെ അംഗീകരിക്കാനായിട്ട് കേരളത്തിലെ ഒരു കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പുകാരും തയ്യാറാവുന്നില്ല. ശശി തരൂരിനെ ഒരു പൊതുശത്രുവായിട്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുശത്രുവിനെതിരെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഒരുമിച്ച് അണിനിരക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2029 കഴിയുന്നതോടുകൂടി ശശി തരൂരിന്റെ രാഷ്ട്രീയ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. രാഷ്ട്രീയ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്നെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് 2026 വരിക, അതല്ല എങ്കിൽ സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിച്ച് കോൺഗ്രസിന് പുറത്തേക്ക് വരിക. കോൺഗ്രസിന് പുറത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു മുന്നണി ചേരണോ നിർബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് മത്സരിക്കാം. ചില സീറ്റുകളിലൊക്കെ BJP NDA സഖ്യമൊക്കെ ആയിട്ട് ധാരണയാവുക, ചില സീറ്റുകളിലൊക്കെ എന്താ പറയുക LDFുമായിട്ട് ചില ധാരണകളിൽ എത്തുക. അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കേരളത്തിൽ നിലനിന്ന് പോകാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 സീറ്റൊക്കെ നേടിയിട്ട് ഒരു തൂക്ക് മന്ത്രിസഭയാണ് 2026 വരുന്നതെങ്കിൽ ഒരുപക്ഷെ അവിടെ ശശി തരൂരിന് പ്രധാനപ്പെട്ട റോളുകൾ ഉണ്ടാവാം. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും, 2026 UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വം തയ്യാറാവാത്ത പക്ഷം ഉറപ്പായും ശശി തരൂർ പാർട്ടി വിടും. ഒരു കാരണവശാലും ശശി തരൂരിനെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിക്കത്തില്ല. എത്രയോ പരിചയസമ്പന്നരായ നേതാക്കന്മാർ
കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പടവെട്ടി വന്നിട്ടുള്ള അടിസ്ഥാന വർഗമായിട്ടുള്ള സാധാരണക്കാരുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ചു പരിചയമുള്ള എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ വി ഡി സതീശൻ, KC വേണുഗോപാൽ, K മുരളീധരൻ, ഇങ്ങനെ ഒരുപാട് നേതൃത്വ നിര തന്നെ കിടക്കുകയാണ് കോൺഗ്രസിനകത്ത്. അതിനിടയിലേക്കാണ് ഈ ശശി തരൂർ ഇടിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന് ഒരു കാരണവശാലും കോൺഗ്രസ് പിന്തുണയ്ക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ഒരു നാടകം കളിക്കാൻ വേണ്ടി പോകുന്നത്. ആ നാടകം കളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുള്ള ചില അസ്വസ്ഥതകൾ, ഈ അസ്വസ്ഥതകളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മുതലെടുത്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് സംവിധാനം എന്നുള്ള രീതിയിൽ ആദ്യം ഫോം ചെയ്യുക. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് MK രാഘവൻ MP ആണ്. നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, MK രാഘവന്റെയും അതോടൊപ്പം തന്നെ ശശി തരൂരിന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസിൽ പിളർപ്പുണ്ടാകും. അത് 2026 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ ആ ഒരു പിളർപ്പ് യാഥാർത്ഥ്യമാകും എന്ന് നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ള, ഒരു 6 മാസം മുമ്പ് പറഞ്ഞ കാര്യമാണ്. അന്ന് പലരും നമ്മളോട് ചോദിച്ചിരുന്നു, ഇത് എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് വരില്ലേ എന്നൊക്കെ ചോദിച്ചു. അത് നമ്മൾ വെല്ലുവിളിച്ചതാണ്. MK രാഘവനും ശശി തരൂരും BJPയുമായിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? ശശി തരൂരിന്റെ ഒരു BJP അനുകൂല നിലപാടുകൾ അത് നമ്മൾക്ക് ശരിക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഓരോ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ MK രാഘവനും അതോടെ ഈ ശശി തരൂരും ഇപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിൽ ഇപ്പോൾ അസ്വസ്ഥരായിട്ട് നിൽക്കുന്ന നേതാക്കന്മാരെ എല്ലാം ഗ്രൂപ്പിന്റെ പേരിൽ ഒരു കുടക്കീഴിലേക്ക് എത്തിക്കുക. അതിനകത്തേക്ക് ചാണ്ടി ഉമ്മനെ പോലും വലിച്ചു കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മനൊന്നും അതിനകത്ത് പോയി ഒരിക്കലും പെടാൻ പോകുന്നില്ല എന്നുള്ളത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. പക്ഷേ മധ്യകേരളത്തിലുള്ള ചില MLA-മാർ MP-മാർ ഒക്കെ ഈ ഒരു വലയത്തിൽപ്പെട്ടിട്ടുണ്ട്. അതുകൂടാണ്ട് ചില UDF-നകത്തെ ചില ഘടകകക്ഷികൾ ഈ ഒരു പാർട്ടിയുടെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ UDF-ലും ചേരത്തില്ല, NDA-യുടെ ഭാഗത്ത് നിൽക്കത്തില്ല, LDF-ന്റെ കൂടെ നിൽക്കത്തില്ല. പക്ഷേ ഇവർക്ക് NDA-യിൽ നിന്നും സപ്പോർട്ട് ലഭിക്കും, LDF-ൽ നിന്നും സപ്പോർട്ട് ലഭിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ജനകീയരായിട്ടുള്ള ചില ആളുകൾക്ക് ആ ഒരു പുതിയ പാർട്ടിയുടെ പേരിൽ വിജയിച്ചു കയറാൻ വേണ്ടി സാധിക്കും. വിജയിച്ച് കയറി വരുന്ന ഈ പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഇവർ ഒന്നെങ്കിൽ NDA അലയൻസിന്റെ ഭാഗമായിട്ട് മാറും. മറിച്ച് ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഒരു 68 സീറ്റാണ് ഇരിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഈ 5 സീറ്റിന്റെ പിന്തുണയോടുകൂടി അവർ LDF-നെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. മറിച്ച് എനിക്ക് തോന്നുന്നില്ല LDF-നെ സംബന്ധിച്ചിട്ട് LDF എന്തൊക്കെ സംഭവിച്ചാലും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 80 സീറ്റിനടുത്ത് LDF എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. UDF-നെ സംബന്ധിച്ച് UDF-ന് ഒരു 40-50 സീറ്റിന് അപ്പുറത്തേക്ക് ഉള്ള ഒരു കാര്യം സാധ്യമാകുമോ എന്നുള്ള കാര്യം നിലവിലത്തെ സാഹചര്യത്തിൽ സംശയമാണ്. പക്ഷെ BJP ചില രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഴക്കൂട്ട തിരുവനന്തപുരം ജില്ലയിലും അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ല, ഏതാനും ചില പ്രദേശങ്ങളിൽ, കാസർഗോഡ്, ഇങ്ങനെയുള്ള ചില ജില്ലകളിലൊക്കെ BJPക്ക് സ്വാധീനമുണ്ട്. ആ സ്വാധീനം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ BJPക്ക് ജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ത്രികോണ മത്സരം ശശി തരൂർ മുമ്പിൽ കാണുന്നുണ്ട്. കൃത്യമായ ഒരു അന്തർധാര ശശി തരൂരിന് BJP നേതൃത്വമായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനെ അംഗീകരിക്കാതെ കോൺഗ്രസ് മുമ്പോട്ട് പോകുന്ന ഓരോ മണിക്കൂറും കോൺഗ്രസിനെ സംബന്ധിച്ച് അപകടമാണ്. ഇപ്പോൾ ശശി തരൂർ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതിനകത്ത് വലിയ അപകടമുണ്ട്. അത് പുതിയൊരു ഗ്രൂപ്പല്ല, പുതിയൊരു പാർട്ടിയാണത്. മറിച്ച് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? കാരണം അത് കോൺഗ്രസിനകത്തുള്ളൊരു ഗ്രൂപ്പാണ്. ഒരു കാരണവശാലും കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ പുറത്തു പോകുമ്പോൾ നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അതോടൊപ്പം തന്നെ KC വേണുഗോപാലിന് ഗ്രൂപ്പുണ്ട്, ചാണ്ടി ഉമ്മന് ഗ്രൂപ്പുണ്ടെന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെ പല ആളുകളും പുതിയ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ ഷമാ മുഹമ്മദ് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇവരൊന്നും പാർട്ടി വളർത്തി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളല്ല, ആ പാർട്ടിക്കകത്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളാണ്. ശശി തരൂരിനെ സംബന്ധിച്ചിട്ട് ശശി തരൂർ ഉണ്ടാക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാർട്ടിയെ പിളർത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി കോൺഗ്രസ് ഉൾക്കൊള്ളണം. ശശി തരൂരിന്റെ ഗ്രൂപ്പിലേക്ക് പോകുന്നവർ മനസ്സിലാക്കുക, നിങ്ങൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ വഞ്ചിക്കാൻ പോവുകയാണ്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകാനുള്ള ആദ്യ പടിയുടെ ചവിട്ടലാണ് ശശി തരൂർ ഗ്രൂപ്പിലേക്കുള്ള നിങ്ങളുടെ കാൽവെപ്പ്. ഏത് കോൺഗ്രസ്സുകാരനും കോൺഗ്രസ് ഏത് ഗ്രൂപ്പിലും പ്രവർത്തിക്കാം. പക്ഷെ ശശി തരൂരിന്റെ ഗ്രൂപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ, നിങ്ങൾ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോകുന്നതിനുള്ള ആദ്യ നടപടികളിലേക്കാണ് നിങ്ങൾ കടന്നിരിക്കുന്നത്. അതുകൊണ്ട് ശശി തരൂർ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രൂപ്പൊന്നുമല്ല. ഒരാൾക്കും അതിനകത്തുനിന്ന് ആ ഒരു ഗ്രൂപ്പിൽ നിന്നതുകൊണ്ട് ഒരു നീതിയും ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാൻ പോകുന്നില്ല. ശശി തരൂർ കാരണങ്ങൾ സൃഷ്ടിക്കും. ഇനി വേണ്ടത് കാരണമാണ്, ഒരു പൊളിറ്റിക്കൽ റീസൺ വേണം പുറത്തേക്ക് പോകാനായിട്ട്. അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ റീസൺ ശശി തരൂർ തന്നെ സൃഷ്ടിക്കും. അദ്ദേഹം ബുദ്ധിമാനാണ്, MK രാഘവൻ ബുദ്ധിമാനാണ്. നമ്മളെല്ലാവരും പറയും രാഘവേട്ടനെ എല്ലാവർക്കും ഭയങ്കര സ്നേഹം, രാഘവേട്ടനോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടാണല്ലോ കോഴിക്കോട് നിന്ന് ജയിച്ചു വരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏലത്തൂർ മണ്ഡലത്തിൽ കാട്ടിക്കൂട്ടിയത് എന്താണ്? അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നില്ലേ? ഒരു വലിയൊരു പോരാട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന സമയത്ത് UDF ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷവും ആ സ്ഥാനാർത്ഥിക്കെതിരെ വിമത പ്രവർത്തനം നടത്തിയ ആളുടെ പേര് MK രാഘവൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ MK രാഘവനോ ശശി തരൂരിനോ ഒന്നും കോൺഗ്രസ് വിട്ടോ UDF വിട്ടോ പുറത്തേക്ക് പോകാനായിട്ട് യാതൊരു മടിയുമില്ല. അവരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നത്
ഈ റിപ്പോർട്ടർ TV പറഞ്ഞതുപോലെ ഗ്രൂപ്പല്ല ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ശശി തരൂരിൻ്റെയും MK രാഘവൻ്റെയും നേതൃത്വത്തിൽ പുതിയൊരു പാർട്ടിയാണ്. ആ പാർട്ടി NDAക്ക് അനുകൂലമായിട്ട് നിൽക്കും. പക്ഷേ അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കത്തില്ല. പക്ഷേ NDAയുടെ അതായത് BJPയുടെ എല്ലാവിധ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും കേരളത്തിൽ പിറവി കൊള്ളുക എന്നുള്ള ഒരു രാഷ്ട്രീയ ബോധം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് പറയാനുള്ളൂ.